ഏവർക്കും നമസ്കാരം. പലരും എന്തുകൊണ്ടാണ് ഞാൻ തുടരെ യാക്കോബ ഓർത്തഡോക്സ് സംഘർഷത്തെപ്പറ്റിയും സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി ഡയസിസിലെ ദുരവസ്ഥയെപ്പറ്റിയും പ്രതിപാദിച്ചുകൊണ്ട് ഇരിക്കുന്നത് എന്നതിനെപ്പറ്റി ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല എന്ന വിധത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ പിറകിലുള്ള ഉദ്ദേശം അത് സദുദ്ദേശമാണോ ദുരുദ്ദേശമാണോ എന്ന് എന്നെ കേട്ട ശേഷം നിങ്ങൾ തന്നെ തീരുമാനിച്ചുകൊള്ളൂ. എൻ്റെ ഉദ്ദേശം അഥവാ ഞാൻ എന്തുകൊണ്ടിത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നത് ഏതാണ്ട് ഒന്ന് വെളിപ്പെടുത്തി തരേണ്ടതിന് അല്ലെങ്കിൽ വെളിപ്പെടുത്തേണ്ടതിന് ഈ വീഡിയോയിൽ ഞാൻ ചില സത്യങ്ങൾ ഉൾക്കൊള്ളിക്കുകയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധാപുരസ്സരം ക്ഷമയോടെ കേൾക്കുമെന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ധാരണകളെ രൂപീകരിക്കുമെന്ന പ്രത്യാശ എനിക്കുണ്ട്. ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ. ഈ രണ്ട് വിശ്വാസ സമൂഹങ്ങൾ, അതായത് ഒരേ സഭയുടെ അംഗങ്ങളായിരുന്ന ഭാഗഭാക്കുകളായിരുന്ന, പിന്നെ പ്രത്യേക സാഹചര്യങ്ങളിൽ പരസ്പരം പിരിഞ്ഞ് ഇപ്പോൾ ശത്രുക്കളായി സ്ഥിതി ചെയ്യുന്ന ഓർത്തഡോക്സ് യാക്കോബ സഭകൾ, സഭാഭാഗങ്ങൾ, അവയിലിപ്പോൾ ഈ ദ്വന്ദ്വയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന നല്ല ക്രിസ്ത്യാനികൾക്ക് അല്പമെങ്കിലും ബോധമുണ്ടായിരുന്നുവെങ്കിൽ, ഒരു കടുകുമണിയോളം ബോധമുണ്ടായിരുന്നുവെങ്കിൽ അവർ ചിന്തിക്കുമായിരുന്നു, വരുന്ന തലമുറയ്ക്ക് ഞങ്ങൾ കാട്ടുന്ന മാതൃക എന്താണ്? ഞങ്ങൾ നടത്തുന്ന ഈ കോലാഹലങ്ങൾ, അർത്ഥശൂന്യമായ യുദ്ധങ്ങൾ, മൃഗീയമായ നിലപാടുകൾ, ഇവ ഞങ്ങളുടെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രവൃത്തി അവരെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അവരുടെ ആത്മീയമായ വളർച്ചയിൽ ഏത് തരത്തിലുള്ള സ്വാധീനമാണ് ഇത് ചെലുത്തുവാൻ സാധിക്കുന്നത് എന്നതിനെപ്പറ്റി അവർ ആലോചിക്കുമായിരുന്നു. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നതായോ കരുതുന്നതായിട്ടോ അതിനെപ്പറ്റി ആലോചിക്കുന്നതായിട്ടോ യാതൊരു തെളിവുമില്ല എന്നത് എന്നെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. ഞെട്ടിപ്പിക്കുക എന്ന വാക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തി പോലും തങ്ങളുടെ മക്കൾ തെമ്മാടികളാകണമെന്നോ, അവർ കത്തിക്കൂത്ത് നടത്തണമെന്നോ, ശവം വെച്ച് വിലപേശണമെന്നോ, സഹോദരന്മാരുടെ വക മോഷ്ടിക്കണമെന്നോ താല്പര്യപ്പെടുന്നവരല്ല. ഞങ്ങളുടെ മക്കൾ നല്ലവരായി വളരണമെന്നും അവർ ക്രിസ്തീയമായ ആദർശങ്ങൾ ഉൾക്കൊള്ളണമെന്നും, കുറഞ്ഞ പക്ഷം നഷ്ടമില്ലാത്ത വിധത്തിലെങ്കിലും ആ തോതിലെങ്കിലും അവയെപ്പറ്റി താല്പര്യമുള്ളവരായിരിക്കണം. നഷ്ടം സഹിച്ച് സത്യത്തിന് വേണ്ടിയോ നീതിക്ക് വേണ്ടിയോ ഞങ്ങളുടെ മക്കൾ നിലനിൽക്കണമെന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കന്മാർ ഇന്ന് എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. അത് വേണ്ട, ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. ഛേദം വരാത്ത വിധത്തിലെങ്കിലും സത്യത്തിനും നീതിക്കും വേണ്ടി ഞങ്ങളുടെ മക്കൾ വില കൊടുക്കണമെന്ന് താല്പര്യപ്പെടാത്ത ക്രിസ്തീയ മാതാപിതാക്കന്മാരില്ല എന്നാണ് ഞാൻ ധരിക്കുന്നത്. പക്ഷേ അവരെന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? ഞങ്ങൾ നടത്തുന്ന ഈ മൃഗീയമായ കലാപരിപാടികൾ, എത്രയോ നാളുകളായി നടത്തി വരുന്ന ഈ പൈശാചിക കലാപരിപാടികൾ, പരസ്പരം വെറുക്കുക, ചീത്ത വിളിക്കുക, തെരുവിൽ വന്ന് യുദ്ധം ചെയ്യുക, മറ്റവൻ മുടിഞ്ഞെങ്കിലേ എനിക്ക് ശ്വാസം വിടാനൊക്കത്തുള്ളൂ എന്ന് പറയുക, അല്ലെങ്കിൽ അതേ വിധത്തിൽ പ്രവർത്തിക്കുക, എൻ്റെ കോടാലി ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വെട്ടും എന്ന വിധത്തിൽ സ്നേഹത്തോടെ നിൽക്കുക, ഇതൊക്കെ ഞങ്ങളുടെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വരുന്ന തലമുറയുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന മാതൃക ഇതാണ്. ഇതുകൊണ്ട് അവരിൽ ഉണ്ടാകുന്ന സ്വാധീനം എന്താണ് എന്നത് എന്തുകൊണ്ടാണ് ഇവർ ചിന്തിക്കാത്തത്? അതുപോലെ തന്നെ കുറച്ചിങ്ങോട്ട് മാറി നോക്കുമ്പോൾ സീറോ മലബാർ സഭയിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തുമ്പോൾ എത്രയോ നാളുകളായി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഫോടനാത്മകമായ അവസ്ഥ എന്താണ്? യാതൊരു കാര്യവുമില്ലാതെ കിഴക്കോട്ട് തിരിയണോ പടിഞ്ഞാറ് തിരിയണോ, ആ അർത്ഥശൂന്യമായ ഒരു വിധത്തിലും ആത്മീയമായ പ്രാധാന്യമില്ലാത്ത, യാതൊരു വിധത്തിലും മനുഷ്യർക്ക് ഏതെങ്കിലും നന്മ ചെയ്യുവാൻ വിദൂര സാധ്യതയില്ലാത്തൊരു കാര്യത്തെ പിടിച്ച് എത്രയോ നാളുകളായി ചണ്ട തുടങ്ങിയിട്ട്, കീരിയും പാമ്പും പോലെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്,
അങ്ങനെ ഇവിടെ സമൃദ്ധമായി നിൽക്കുകയും രണ്ട് ചേരിയായി തിരിഞ്ഞ് നിന്ന് ഈ കുരുക്ഷേത്ര യുദ്ധം നടത്തുകയും ചെയ്ത് ശൂരവീര പരാക്രമികളായി നിൽക്കുന്ന ഈ ക്രിസ്ത്യാനികൾക്ക്, ഈ സീറോ മലബാറികൾക്ക് എന്തുകൊണ്ടാണ് ഒരിക്കൽ പോലും ചിന്തിക്കാൻ കഴിയാത്തത്? ഞങ്ങൾ മൂലം ഞങ്ങളുടെ മക്കൾ പ്രാപിക്കുന്ന സ്വാധീനം എന്താണ്? വാട്ട് ഈസ് ദ ഇൻഫ്ലുവൻസ് വി ഹാവ് ഓൺ ആർ ചിൽഡ്രൻ? ഞങ്ങൾ കാണിക്കുന്ന കലാപരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കൾ, വരുന്ന തലമുറ, അവർ സഭയെപ്പറ്റിയും ഞങ്ങളെപ്പറ്റിയും മെത്രാന്മാരെ പറ്റിയും പുരോഹിതന്മാരെ പറ്റിയും വേണ്ട, ഇതൊന്നും വേണ്ട, സുവിശേഷത്തെപ്പറ്റിയും ക്രിസ്തീയ മാർഗത്തെപ്പറ്റിയും അവരെന്താണ് വിചാരിക്കുന്നത് എന്ന് എന്താണ് ഈ മെത്രാന്മാരെ തൊട്ട് താഴെ ഇങ്ങ് വിശ്വാസത്തിൽ സംരക്ഷിക്കാൻ നിൽക്കുന്ന വീരഭടന്മാരും പോലും ചിന്തിക്കാത്തത് എന്നെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. ഇതേ ഈ സഭകളിലെ, അതായത് ഓർത്തഡോക്സ് സഭ, യാക്കോബ സഭ, സീറോ മലബാർ സഭ, ഇവിടെയുള്ള കുട്ടികളും യുവതി യുവാക്കന്മാരും കാലാകാലങ്ങളിൽ അവരുടെ പള്ളികളിലിരുന്ന് അവരുടെ മെത്രാന്മാരും പുരോഹിതന്മാരും സ്നേഹത്തെപ്പറ്റി ഘോരഘോരം പ്രസംഗിക്കുന്നവർ കേട്ടിട്ടുണ്ട്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നും അതുമാത്രമായിട്ട് കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നതെന്ന് യേശു പറയുന്ന വാക്യത്തെയൊക്കെ വെച്ച് കേട്ടാൽ മൃഗങ്ങൾക്ക് മാനസാന്തരം വരുന്ന വിധത്തിൽ വൈകാരികമായി പ്രസംഗിക്കുന്നവർ കേട്ടിട്ടുണ്ട്. ശത്രുക്കളെ പോലും സ്നേഹിക്കണമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട് എന്നതിനെപ്പറ്റി വാചാലമായി സംസാരിക്കുന്ന പുരോഹിതന്മാരെയും മെത്രാന്മാരെയും അവർ കേട്ടിട്ടുണ്ട്. സക്രമന്തുകൾ സ്നേഹത്തിൻ്റെ ആധികാരികമായ പ്രകടനമാണ് എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനി ആരാണ്? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതിൽ കൂടെ നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വാസികളാണ്, ദൈവമക്കളാണെന്ന് ലോകം അറിയും എന്ന പഠിപ്പീര് അവർ കേട്ടിട്ടുണ്ട്. ലോകം നിങ്ങളെ ക്രിസ്ത്യാനികളായി തിരിച്ചറിയുന്നത് നിങ്ങൾ നിലനിർത്തുന്ന പരസ്പര സ്നേഹത്തിൽ കൂടെയാണ് എന്ന പാട്ട് എത്രയോ തവണ പാടിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. യു ഷാൽ നോ യുവർ ക്രിസ്ത്യൻസ് ബൈ യുവർ ലവ്, as they'll know you are Christians by your love എന്ന് പാടിയിട്ടില്ലേ? They will know, ആര്? The people around you. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് എങ്ങനെയാണ് അറിഞ്ഞത്? They'll know you are Christians by your love, by your love, as they'll know you are Christians by your love എന്ന് എത്രയോ നമ്മൾ പാടിയിട്ടുണ്ട്. വികാരഭരിതമായ ആത്മാർത്ഥതയോടെ തലയിൽ കൊണ്ടുവിട്ട് പാടിയിട്ടില്ലേ? എന്നിട്ട് ഈ പരിപാടി കാണിക്കുക. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മക്കൾ നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്? അവർക്ക് ഭ്രാന്താണെന്ന് അവർ ചിന്തിക്കത്തില്ലേ? അവരിതെല്ലാം വിട്ടെറിഞ്ഞ് ഓടിപ്പോകത്തില്ലേ? ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ഇതിനു മുമ്പ് പലതവണ പരാമർശിച്ചിട്ടുള്ളൊരു പുസ്തകത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ഞാൻ വായിക്കാൻ പോവുകയാണ്. ജോസഫ് മെസ്സീനിയുടെ ദ ഡ്യൂട്ടീസ് ഓഫ് മാൻ എന്ന പുസ്തകത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ഞാൻ വായിക്കാൻ പോവുകയാണ്. ഇത് ലോകത്തെമ്പാടുമുള്ള പരിഗണനയാണ്, ഇത് എൻ്റെ മാത്രം ഭ്രാന്തല്ല എന്ന് ഒന്ന് തിരിച്ചറിയേണ്ടതിന് വേണ്ടി ഇംഗ്ലീഷാണ് ഞാൻ വായിച്ചിട്ട്, ആവശ്യം വരികയില്ല, ആവശ്യമുണ്ടെങ്കിൽ അല്പം മൊഴിമാറ്റം ചെയ്യാനും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. വായിക്കാൻ. Few mothers, few fathers in this irreligious age. ഇത് 1862 പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്, ദയവായി മനസ്സിലാക്കുക. Few mothers, few fathers in this irreligious age, and even especially in the wealthier classes, understand the true gravity of their educational mission. മാതാപിതാക്കന്മാർ തങ്ങളുടെ മക്കളെ എങ്ങനെയാണ് പരിശീലിപ്പിക്കുന്നതിനെപ്പറ്റി തികച്ചും അനാസ്ഥ കാണിക്കുന്നത് ഈ ദൈവമില്ലാത്ത യുഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. Few mothers, few fathers remember that the numerous victims, the incessant struggles and the long-time martyrdoms of the day are in a great measure the fruit of egotism instilled 30 years back by the weak mothers and heedless fathers who allowed their children to accustom themselves to regard life not as a mission and a duty, but as a search for happiness and the study of their own well-being. ഇച്ചിരി ദീർഘമായ സെൻറ്റൻസ്, എൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ കഴുത്ത് കണ്ടിക്കാനും ബലപ്രയോഗം ചെയ്ത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ പിടിച്ചു പറിക്കാനും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ നമ്മുടെ മധ്യത്തിലുള്ളതിൻ്റെ കാര്യം, 30 വർഷങ്ങൾക്ക് മുൻപ് അവർ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ വളർന്നു വന്നിരുന്ന കാലത്ത് അവരുടെ അപ്പനും അമ്മയും അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് മാത്രവുമല്ല,
അവർക്ക് കൊടുത്തത് തെറ്റിദ്ധാരണകളായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണ എന്താണെന്ന് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. They allowed their children, they created the impression in their children to regard life not as a mission and a duty. നമ്മുടെ ജീവിതം, ദൈവം നമുക്ക് നൽകിയ ഈ ജീവിതം ദൗത്യത്തിൻ്റെ ഒരവസരമാണ്, കടമകളുടെ ഒരവസ്ഥയാണ് എന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ മാതാപിതാക്കന്മാർ അമ്പയെ പരാജയപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് ഈ സാമൂഹ്യമായ അനാസ്ഥയും വലിയ വലിയ പ്രശ്നങ്ങളും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മനുഷ്യ ജീവിതത്തെ ഇപ്രകാരം ആത്മീയമായ കണ്ണിൽ കൂടെ കാണാൻ പരിശീലിപ്പിക്കുന്നതിന് പകരം അവരെ നമ്മൾ എങ്ങനെയാണ് പരിശീലിപ്പിച്ചത്? സുഖഭോഗങ്ങൾക്ക് പുറകെ പോകുക, ഓരോരുത്തരും അവരവരുടെ ലാഭം മാത്രം നോക്കി പ്രവർത്തിക്കുക. അത് തന്നെയല്ലേ ഇവിടുത്തെ പ്രശ്നത്തിന് കാരണം? ചില ആളുകളുടെ അഹന്തയും ഞങ്ങൾക്കെന്ത് ലാഭം കിട്ടാനൊക്കെ. ഇപ്പോൾ ഓർത്തഡോക്സ് സഭ നോക്കുമ്പോൾ യാക്കോബ സഭയുടെ സ്വത്തെല്ലാം ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾ മിടുക്കരായി. അതിനപ്പുറത്ത് ചിന്തിക്കാൻ കഴിയുന്നില്ല. ക്രിസ്ത്യാനികളാണെന്നാണ് പറയുന്നത്, യേശുവിൻ്റെ മാർഗം പിൻപറ്റുന്നവരാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഫോർ യു ദ സൺസ് ഓഫ് ലേബർ ദീസ് ഡേഞ്ചേഴ്സ് ആർ the greater number of you know only too well what it is to live the life of privation. നമുക്ക് കുറച്ചൊരു മുമ്പോട്ട് പോകാം. പിന്നെ അദ്ദേഹം പറയുന്നത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. യുവർ ചിൽഡ്രൻ വിൽ റിസംബിൾ യു. ഞാനീ പറഞ്ഞ 3 സഭയിലെയും ആളുകൾ ദയവായി താനെന്താണോ ഞങ്ങളുടെ സഭയുടെ കാര്യത്തിൽ കൈയിടുന്നത്, തൻ്റെ സഭയുടെ കാര്യം പറഞ്ഞാൽ പോരായോ എന്നോട് ചോദിക്കുന്ന സഹോദരി സഹോദരന്മാരോട് എനിക്കുള്ള അപേക്ഷ എൻ്റെ വാക്കുകളിലല്ല, ജോസഫ് മെസ്സിനയുടെ വാക്കിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുകയാണ്. അദ്ദേഹം പറയുന്നത് യുവർ ചിൽഡ്രൻ വിൽ റിസംബിൾ യു. നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു അത് 20 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ മക്കൾ അത് തന്നെ ചെയ്യും, അത് നിങ്ങളോടും ചെയ്യും. യുവർ ചിൽഡ്രൻ വിൽ റിസംബിൾ യു ആൻഡ് ബിക്കം കറപ്റ്റ് ഓർ വെർച്വസ്, kind or cruel, in proportion as you are yourself corrupt or virtuous. How shall they become honest, charitable and humane if you are without charity for your brothers? നിങ്ങളുടെ സഹോദരന്മാരെ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ മക്കളെങ്ങനെയാണ് നിങ്ങളിൽ നിന്ന് നല്ല പാഠം പഠിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഹൗ ഷാൽ ദേ റിസ്ട്രെയിൻ ദെയർ ഗ്രോസർ ആപ്പറ്റൈറ്റ്സ്? മൃഗീയമായവരുടെ വികാരങ്ങളെ ഒന്ന് കടിഞ്ഞാനിടണമെന്ന്, അത്യാർത്ഥിയെ ഒന്ന് മെരുക്കി നിർത്തണമെന്ന്, മറ്റുള്ളവരുടെ കാര്യം മോഹിക്കരുതെന്ന്, മറ്റുള്ളവരെയും കൂടെ ഒന്ന് കരുതണമെന്ന്, ശ്രദ്ധിക്കണമെന്ന് എങ്ങനെയാണ് അവർക്ക് തോന്നുന്നത്? ഹൗ ഷാൽ ദേ റിസ്ട്രെയിൻ ദെയർ ഗ്രോസർ ആപ്പറ്റൈറ്റ്സ് ഇഫ് ദേ സീ യു given up to intemperance? How shall they preserve their native innocence if you shrink not from offending their modesty by indecent act or obscene word? നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ സൂക്ഷിപ്പീൻ. നിങ്ങളെ കണ്ടാണ് നിങ്ങൾ മക്കൾ പഠിക്കുന്നത്. അതുകൊണ്ട് അവരുടെ മുൻപിൽ ദയവായി നല്ല മാതൃക കാണിപ്പാൻ മാതാപിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ജോസഫ് മെസ്സീനി അദ്ദേഹത്തിൻ്റെ ആളുകളോട് 1862 പബ്ലിഷ് ചെയ്ത പുസ്തകത്തിൽ കൂടെ പറയുകയാണ്. നമുക്കത് വളരെ അന്വർത്ഥമാണ് എന്ന് ഞാൻ പറയുകയാണ്. യു ആർ ദ ലിവിങ് മോഡൽ by which their pliant nature is fashioned. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ സ്വാധീനത്തിൽ വളർന്നു വരുന്നവരാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, നിങ്ങൾ പറയുന്ന ഓരോ വാക്കും, നിങ്ങളുടെ ഓരോ നോട്ടവും അവരുടെ വ്യക്തിത്വത്തിൽ അതിൻ്റേതായ മുഖമുദ്ര പതിച്ചിരിക്കും, സ്വാധീനം ചെലുത്തിയിരിക്കും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായിട്ട് പരസ്പരം കടിച്ചു കീറുന്നതാണ്, മനുഷ്യത്വമില്ലാതെ പ്രവർത്തിക്കുന്നതാണ് നിങ്ങളുടെ കഴിവെന്ന് നിങ്ങൾ അഭിമാനിക്കുന്നുവെങ്കിൽ അല്പമൊന്ന് വെയിറ്റ് ചെയ്യൂ. നിങ്ങളുടെ മക്കൾ നിങ്ങളോടത് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകും നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ഭ്രാന്താണ് എന്ന്. നിങ്ങളുടെ മക്കളിൽ കൂടെ നിങ്ങൾ പഠിക്കും എന്ന് ജോസഫ് മെസ്സീനി പറയുന്നത് 100% പച്ച പരമാർത്ഥമാണ്. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ വിശ്വാസ സഹോദരങ്ങൾക്ക് ഈ ബാലപാഠം അറിയാൻ വയ്യ. കാരണം അവർക്ക് ബോധമുണ്ടാകുന്ന വിധത്തിൽ അവരെ ഒന്നും അവരുടെ സഭകൾ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയിലും യാക്കോബ സഭയിലും സീറോ മലബാർ സഭയിലും നിൽക്കുന്ന
ഹതഭാഗ്യരായ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മൃഗീയമായി മാത്രം പ്രവർത്തിക്കുവാൻ പരിശീലനം പ്രാപിക്കുകയും പ്രചോദനം ലഭിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന, അങ്ങനെ പൊതുരംഗത്ത് വന്ന് നാണമില്ലാതെ ഈ ഭ്രാന്ത് കളിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളോടുള്ള സ്നേഹം മൂലം ക്രിസ്തുവിൻ്റെ നാമത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വരുന്ന തലമുറയ്ക്ക് വിഷമൂട്ടുകയാണ്. നിങ്ങൾ അവരോട് അപരാധം ചെയ്യുകയാണ്. നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ വയസ്സ് കാലത്ത് നിങ്ങൾക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന സംരക്ഷണവും സ്നേഹവും പരിലാളനമൊക്കെ അല്ലേ, അതിന് നിങ്ങൾ തീ കൊളുത്തുകയാണ്. ഭാവിയിൽ നിങ്ങൾക്ക് അഭയമായിരിക്കേണ്ട ഭവനത്തിൽ നിങ്ങളിപ്പോൾ തീ കൊളുത്തുകയാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എൻ്റെ നേരെ കണ്ണടയ്ക്കാൻ എനിക്ക് കഴിയാതെ പോകുന്നത്. നിങ്ങളോട് വിരോധമുണ്ടായിട്ടോ, നിങ്ങളുടെ മെത്രാന്മാരോട് ചുരുക്കുണ്ടായിട്ടോ, നിങ്ങളുടെ പള്ളിയോട് കരുതലില്ലാത്തതുകൊണ്ട് ഒന്നുമല്ല. നിങ്ങൾക്ക് എൻ്റെ ചരിത്രം അറിയാൻ വയ്യ, എൻ്റെ ജീവചരിത്രം അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ നല്ല ഭാഗം എല്ലാ സഭകൾക്കും എല്ലാ വിശ്വാസികൾക്കും നന്മ വരണമേ, നന്മ വരണമേ, നന്മ വരണമേ എന്ന് മാത്രം ഓർത്ത് ഊണും ഉറക്കവുമില്ലാതെ വളരെയധികം അധ്വാനിച്ച വ്യക്തിയാണ്. നിസ്വാർത്ഥമായി ഈ മേഖലയിൽ ആദ്യം മുതൽ അവസാനം വരെ നിന്നു എന്നൊരു അവകാശം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ജനം നശിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ വീണ്ടും വിചാരമില്ലാതെ പുരോഹിതവർഗം പാതാള കുഴിയിലേക്ക് ചവിട്ടിത്താഴ്ത്തുമ്പോൾ അത് കണ്ട് കണ്ണടയ്ക്കാനോ, നല്ല ശമര്യക്കാരൻ്റെ ഉപമയിൽ പുരോഹിതനും ലേവ്യനും ചെയ്യുന്നത് പോലെ മുഖം തിരിച്ച് നടന്നു പോകുവാനോ എനിക്ക് കഴിയാത്തതിൻ്റെ കാരണം ഇതാണ് എന്ന് ദയവായി ഞാൻ പറയുകയാണ്. ഇത് പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. ഈ മതഭ്രാന്ത് കയറി സഭാ എരിവ് കയറി നിൽക്കുന്ന ആളുകൾക്ക് എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാകുകയില്ല. ഇതിൻ്റെ പുറത്തും അവരെന്നോട് കടിക്കാൻ വരും. കടിച്ചുകൊള്ളൂ, ഇഷ്ടം പോലെ കടിച്ചുകൊള്ളൂ. എന്നെ കടിച്ചു കീറുന്നത് കൊണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ തലമുറകൾക്കോ നന്മ വരുമെങ്കിൽ ഇതാ വന്ന് കടിച്ചുകൊള്ളൂ, എനിക്ക് പ്രയാസമില്ല. ഞാൻ എൻ്റെ തല തരാൻ തയ്യാറാണ്. ഇത് ഞാൻ വാക്കുകൊണ്ട് പറയുന്നതല്ല. നിങ്ങൾക്കാർക്കെങ്കിലും എന്നെ കൊല്ലണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നിടത്ത് വരാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ ഇപ്പോൾ മരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സഭയ്ക്ക് ഗുണം വരുമെങ്കിൽ ഞാൻ മരിക്കാൻ ഇന്ന് തയ്യാറാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ഭാവിക്ക് തീ കൊളുത്തുകയാണ്. നിങ്ങളുടെ മക്കളെ നരകത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ്. ഈ അപരാധം നിങ്ങൾ ചെയ്യരുത്. ഈ അപകടം നിങ്ങൾ വലിച്ച് തലയിൽ വെക്കരുത്. ഈ ശാപം നിങ്ങൾ പോയി കയറി ചെന്ന് വാങ്ങിക്കരുത്. ദയവായി മനസ്സിലാക്കുക, ഈ അപകടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ദയവായി കൂട്ടാക്കണമേ എന്നൊരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട്, കാല് പിടിച്ച് അപേക്ഷിച്ചുകൊണ്ട്, കരഞ്ഞ് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.